അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം എൻ്റെ സങ്കടങ്ങളിലോ എൻ്റെ വിഷമങ്ങളിലോ എല്ലാം എൻ്റെ കൂടെ ശക്തരായ ആൾക്കാർ തന്നെ കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്നും ഈ വേദിയിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ അവോയ്ഡ് ചെയ്തു എന്ന് ഒരു സ്ഥലത്തും ഞാൻ പറയില്ല. എൻ്റെ മുഖത്ത് നോക്കി ഒരാൾ ഈ നിമിഷം വരെ ദൈവാനുഗ്രഹം കൊണ്ട് മോശമായിട്ട് എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല. മനസ്സിലായി? ഇപ്പം നിങ്ങൾ പറയുന്നു ആരോ എന്തോന്നും അറിയാത്ത കുറേ ആൾക്കാർ അങ്ങനെ സംസാരിക്കുന്നു. പിന്നെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആൾക്കാർ അതും ഇതും പറയുന്നു. അവർ ഞാൻ കാരണമാണ് ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നൊക്കെ വന്ന് കുറേ ആൾക്കാർ പുതിയ എന്നെ തെറി പറയുന്ന ആൾ എന്നുള്ള ഒരു രീതിയിൽ ഫേമസ് ആവുന്നത്. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ വഴി ആൾക്കാർ ഫേമസ് ആവുന്നുണ്ട്, അവരുടെ ഫാമിലികൾ നന്നായി പോകുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ. എവിടെയോ മിസ്സായി ഒരു ഏറ്റുകെട്ടലാണ് ഇപ്പോൾ അഭിനയിച്ചത് എന്നുള്ള ഒരാളുടെ പോസ്റ്റാണ്. അത് കാരണം താങ്കളുടെ റിയൽ ലൈഫിലുള്ള ഇൻസിഡന്റ് ആണ്, അതും താങ്കൾ റിലീസിൽ വന്നിട്ടില്ലേ, സിനിമ അഭിനയത്തിൽ അത് ബാധിക്കുന്നുണ്ടോ എന്ന തരത്തിലുള്ള ഒരാളുടെ പോസ്റ്റ് ഉണ്ടായിരുന്നു. ആരാ പോസ്റ്റ്? അതെന്താ പറയാത്ത? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എൻ്റെ കഥാപാത്രം അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇപ്പം വളരെ സീരിയസ് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് ഞാൻ വെറുതെ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ കഥാപാത്രം എന്താവശ്യപ്പെടുന്നു എന്നുള്ളതിനും ഞാൻ ബിഹേവ് ചെയ്താൽ പോരെ. അതാ ചോദിച്ചാൽ അയാൾ ആരാണ്? അതെന്താ പറയാൻ പറ്റത്തെ? അതെന്താ അത്? അതെ, അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന കാര്യത്തിന് ഞാൻ എന്തിനു ഉത്തരം പറയണം? എനിക്ക് അറിയാൻ പാടില്ലാത്ത ആരോ ഒരാൾ എവിടെ നിന്ന് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇതിന് മുഴുവൻ ഉത്തരം പറയുമ്പോൾ, കാരണം എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ഇല്ല, എനിക്ക് ഞാൻ പറയുന്നത് ഞാൻ ഏത് കഥാപാത്രം ചെയ്യുമ്പോഴും ആ കഥാപാത്രം എന്ത് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ നിങ്ങൾ ഈ പവി കെയർടേക്കർ കാണുമ്പോൾ ഇയാൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അയാളുടെ ഇതിൽ പോകും. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ശരിക്കും പറഞ്ഞു ഞാൻ അടുത്ത കാലത്ത് അങ്ങനെ ഒരു ആടിത്തിമർക്കുന്ന തമാശകൾ എനിക്ക് വന്നില്ല. എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു പിന്നെ അത് ബിഗ് സ്ക്രീനിൽ വന്നില്ല, കേശു വീടിന്റെ നാഥൻ. ഞാൻ ഈ പൊട്ടിച്ചിരിപ്പിക്കുന്ന പടങ്ങൾ ചെയ്യണതിനൊക്കെ എത്രയോ വർഷം മുമ്പ് എനിക്ക് പ്രശ്നമുണ്ട്. ഞാൻ സിനിമയിൽ വരുന്ന കാലം തുടങ്ങി ഞാൻ ഒറ്റ മുറിയുള്ള ഒരു വീട്ടിൽ നിന്ന് വന്ന ഒരാളാണ്. അന്ന് എനിക്ക് പ്രശ്നമുണ്ട്. അന്ന് ഞാൻ തമാശ ചെയ്യുന്നില്ലേ. എൻ്റെ ജോലിയിൽ ഞാൻ ആ കഥാപാത്രം എന്താ ആവശ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഈ സിനിമ നിങ്ങൾ കാണുമോ? എന്നിട്ട് അയാളോട് ചോദിക്കും ഇപ്പൊ ഇയാൾ ശരിയായോ എന്ന് ചോദിക്കൂ. മാറിന്ന് വേറെ ആളുടെ പോസ്റ്റാ എന്നെ പോസ്റ്റ് ആക്കരുതിട്ടാ. ഇതിന്റെ ടീസർ കണ്ടപ്പം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഓക്കെ നമ്മുടെ ദിലീപേട്ടൻ പഴയ തെറ്റലിലേക്ക് തിരിച്ചു വന്നു. ഇത് പുള്ളിയുടെ കയ്യിലൊതുങ്ങുന്ന സംഭവമാണ്. ഇത് ശരിപ്പിക്കാൻ പുള്ളിയെ ഉപയോഗിച്ചിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലാണെങ്കിൽ ടീച്ചറും പിന്നീട് സോങ് ഇറങ്ങിയപ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. സോ അപ്പോൾ ഇത്രയും നാൾ ചെയ്ത പടങ്ങളുടെ കോമഡി അല്ലെങ്കിൽ കഥാപാത്രങ്ങളിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ടാണോ പവിയിലേക്ക് വന്നത്, അതോ ഇത്രയും നാൾ ചെയ്ത കോമഡിയിൽ നിന്നെല്ലാം മാറി പുതിയൊരു കഥാപാത്രമായിട്ടാണോ പവി? ഇത് പുതിയൊരാളല്ലേ പവിത്രൻ? പുതിയൊരാളാണ്, പഴയതോ രീതികളൊന്നുമല്ല. പക്ഷേ നമ്മൾ അഭിനയിക്കുമ്പോൾ കോമഡി എപ്പോഴും നമ്മുടെ മുമ്പിൽ വീഴുന്നതൊക്കെ ഒരേപോലെ തന്നെ ആറില്ലേ, അതുപോലെ ഉണ്ട്. പിന്നെ ഇതിൽ രസിപ്പിക്കാവുന്ന ഒരുപാട് സീക്വൻസുകളുണ്ട്. അത് നിങ്ങൾക്ക് രസിക്കാൻ പറ്റട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. പിന്നെ നിങ്ങൾ എല്ലാവരോടും പറയും പുതിയ ആൾക്കാരോടൊക്കെ നമുക്ക് പറ്റിയ തമാശകളൊക്കെ ആയിട്ട് വരാൻ. നിങ്ങൾ എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയല്ലേ? എന്നാലും അപ്പൊ പിന്നെ എളുപ്പമല്ലേ? അല്ല, ദിലീപേട്ടൻ അങ്ങനെ സംസാരിക്കാറുണ്ടോ? ഇപ്പം ബേസിൽ ജോസഫ് അങ്ങനെ തുടങ്ങി ഈ കാലഘട്ടത്തില് എന്താണ് കോമഡി വർക്ക്ഔട്ട് ചെയ്യുന്ന കുറെ ഡയറക്ടേഴ്സ് ഉണ്ട്. ഞാൻ എല്ലാവരോടും സംസാരിക്കാറുണ്ട്. അല്ല, സംസാരിക്കുന്നില്ല, എല്ലാവരും അഭിനയത്തിലേക്ക് ഇറങ്ങി പോയി എന്ത് ചെയ്യാൻ പറ്റും? അവരോട് സിനിമ വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ദിലീപേട്ടൻ ഇപ്പം പഴയ ദിലീപേട്ടന്റെ ചിത്രങ്ങൾ, കോമഡി ചിത്രങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാൽ അതിലെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റ് കോമഡി കഥാപാത്രങ്ങളിൽ തന്നെ ചെയ്യുന്ന മറ്റ് ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പം അല്ലെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ സലീമേട്ടൻ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഇപ്പൊ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സ്പേസ് എന്തിയാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല, അന്ന് ചെയ്ത പോലത്തെ സിനിമകൾ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് നമുക്ക് ഒരുപാട് ലെജൻസ് നമ്മളെ വിട്ടു പോയി കഴിഞ്ഞു.
ഇനിയിപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമയെ കുറിച്ച് നമുക്ക് അറിയില്ല. ഇപ്പൊ സിനിമകളുടെ രീതികൾ മാറി വരുന്നു, തമാശകളുടെ സ്വഭാവങ്ങൾ മാറി വരുന്നു. ഇപ്പൊ തിരക്കഥകൾ വരുമ്പോൾ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാവാറുണ്ടോ, അതോ അല്ലെങ്കിൽ ഇല്ല, ഇപ്പൊ കൂടുതൽ ഇപ്പൊ പുതിയ ആൾക്കാർ കഥ പറയുന്നത് ഇപ്പോഴത്തെ രീതിക്കുള്ള രീതിയിലല്ല കഥ പറയുന്നത്. പണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു കഥ പറയുന്നത്, നമ്മുടെ അടുത്ത് ഒരു റൈറ്റർ വന്ന് കഥ പറയുന്നത്, ഒരു കഥാകൃത്ത് കഥ പറയുന്നത് കൂടുതലും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാൻ വേണ്ടിയിട്ട് ആർട്ടിസ്റ്റിനെ വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് സിനിമ കാണാൻ പറ്റുകയാണ്. ഇന്ന് അങ്ങനെ എടുത്തു വന്ന് പറയാൻ പറ്റുന്ന വളരെ അപൂർവ ആർട്ടിസ്റ്റുകളേ ഉള്ളൂ അങ്ങനെ പറയുന്നത്, ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് കഥ പറയുന്നു. മലയാളി പക്ഷേ പറയുന്ന ഒരു ഇതാണ്. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു ഭാരമായിട്ട് തോന്നുന്നു. കാരണം ഒരു ആക്ടറെ സംബന്ധിച്ച് എല്ലാ കഥാപാത്രങ്ങളും എക്സ്പ്ലോർ ചെയ്യുക, അല്ലെങ്കിൽ ദിലീപൻ പേഴ്സണലി ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കഥാപാത്രങ്ങൾ ഇല്ല. നമ്മളുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാവരും പറയുന്നത് നമ്മളുടെ സിനിമകളിൽ നിന്ന് കാണാൻ രസിക്കാനും ഇത് നമ്മൾ ഏത് തരത്തിലെ കഥാപാത്രം ചെയ്താലും പ്രശ്നമില്ല, അതിനകത്ത് സരസത ഉണ്ടാവണം. അതാണ് എല്ലാവരും പറയുന്നത്. ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ ഞാൻ വളരെ പേടിച്ച് ചെയ്തൊരു വേഷമാണ് വാളയാർ പരമശിവം. കാരണം സ്പിരിറ്റ് മാഫിയയിലാണ് ഞാനത് 2006-ലല്ലേ ജോണിയ സിനിമ ആണോ, 2006 എന്തോ തോന്നുന്നു ഇല്ലേ, റൺവേ 4 or 6 എന്തോ ആണ്. അപ്പൊ ആ സമയത്ത് സ്പിരിറ്റ് മാഫിയ ലീഡറാണ്. പക്ഷെ അയാളുടെ സരസതയും അയാളുടെ ബുദ്ധിയൊക്കെയാണ് ആ സിനിമ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്തത്. അതിന്റെ അടുത്ത വർഷം എന്താണ് ഞാൻ ഹോം മിനിസ്റ്ററായിട്ട് അഭിനയിച്ചത്. പക്ഷെ നമ്മൾ അതിലൂടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളിലൂടെ സരസതയെ കൂടി പറയാം. പിന്നെ ആസ് ആൻ ആക്ടർ നമ്മൾ പല വഴിക്കൊക്കെ പോയി നോക്കും. കാരണം ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ബോറടിക്കുമല്ലേ ഒരേപോലെ ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാവുന്ന വിഷയങ്ങൾ. അതിൽ ചിലത് ആൾക്കാർക്ക് ഇഷ്ടമാവും, ചിലത് ഇഷ്ടാവില്ല. ആക്ടറാണ്, നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. നമ്മൾ കരയുന്നത് കാണാൻ ഇഷ്ടമല്ല. ഇപ്പൊ നിങ്ങൾ നേരത്തെ വെച്ച് എന്തിനാ സങ്കടപ്പെട്ടു എന്ന് ചോദിച്ചു. അത് ഞാൻ എപ്പോഴും ചിരിച്ചിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ. അപ്പൊ ഞാൻ എന്റെ പലരും വിളിച്ചു നിങ്ങൾ അങ്ങനെ സങ്കടമൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്ന അത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. നമ്മളെപ്പോഴും പ്ലസന്റ് ആയിരിക്കണം. എനിക്കും അത് തന്നെ എപ്പോഴും ഇഷ്ടം. ഞാൻ എപ്പോഴും ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളും എന്നെ ചിരിപ്പിക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പോയി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുമാണ്. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അതിനോട് 100% നീതി പുലർത്തുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ പറഞ്ഞില്ലേ അതിന്റെ റിസൾട്ട് എന്താന്നുള്ളത്, അത് ഗംഭീരമായ സന്തോഷം. ഇപ്പൊ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ആ സിനിമ നന്നായി, അത് മാത്രമല്ല അത് OTT-ലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് കൂടുതൽ അഭിപ്രായങ്ങളും കാര്യങ്ങളും വിളിച്ചു പറയൊക്കെ ഉണ്ട്. അപ്പൊ അത് ഏത് സിനിമയാണെങ്കിലും ഇപ്പൊ പഴയ സിനിമയെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ്. അത് ഏതൊരു ആക്ടർക്കും അതെ. ഞാൻ ചെയ്ത കഥാപാത്രങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറഞ്ഞത് വലിയ കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് ഓരോ തവണയും വീണ്ടും വീണ്ടും അവാർഡ് കിട്ടുന്ന പോലെ തന്നെയാണ്. അത് ഏത് ലെവലിലേക്ക് പോയി എന്നുള്ളതല്ല. ഞാൻ സിനിമ ചെയ്യുന്ന കൂടുതലും പ്രേക്ഷകർ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാനല്ലല്ലോ എന്നെ വെച്ച് പടം ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പൊ എന്നെ വെച്ച് പടം ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കുന്നു. എനിക്ക് എന്നെ വെച്ച് ഡയറക്റ്റ് ചെയ്യുന്നത്, എന്നെ വെച്ച് കഥ ഉണ്ടാക്കുന്ന റൈറ്റേഴ്സ് അപ്പുറം ഇപ്പുറം ഇരിക്കുന്നുണ്ട്. ഇവര് അപ്ഡേറ്റഡ് ആണോ എന്ന് ചോദിക്കും. കാരണം എനിക്ക് ഒറ്റക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനാണ് ഡയറക്ടറെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ എന്റേതാണ്. ഞാൻ ചെയ്ത ഓരോ സിനിമയ്ക്കും ഓരോ ഡയറക്ടർ ഉണ്ട്, ഒരു റൈറ്റർ ഉണ്ട്, എല്ലാം ഇല്ലേ. ഞാൻ മാത്രമല്ലല്ലോ, ഞാൻ ആടുന്ന ഒരാളാണ്. അത് ഇവര് പറയുന്നതനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ചില സംശയങ്ങൾ ചോദിക്കുമ്പോൾ അത് ഇതാണ് ഇപ്പോഴത്തെ ഇങ്ങനെയാണ്. ഓക്കെ, ഞാൻ ഓരോ സിനിമയ്ക്കും എന്റെ ആർഗ്യുമെന്റ്സുകളും എന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരുടെ കൂടെ യാത്ര ചോദിച്ചോക്കെ ഇവരോട്. ഞാൻ പിടിച്ചുകൊണ്ട് ഇവരെ കൊണ്ട് പോകുന്നതാണോ, ഞാൻ ഇവരുടെ കൂടെ പോകുന്നതാണോ എന്ന് ഇവർ രണ്ടുപേരും പറയട്ടെ. അത് ഏത് സിനിമയ്ക്കും അങ്ങനെ തന്നെയാണ്. അതിനകത്ത് പറയുന്നുണ്ട് അപ്ഡേറ്റഡ് ആവാൻ. അത് ഈ കഥാപാത്രത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ കഥാപാത്രത്തെ ഇവര് മോൾഡ് ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്. 10-15 വർഷം ഗൾഫിലൊക്കെ ആയിട്ട് അയാളുടെ ജീവിത രീതികളിൽ അയാൾ ഒരു പഴയ സ്വഭാവവും ചിന്തകളൊക്കെ ഉള്ള ഒരാള്. ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് അയാൾ മാറിയിട്ടില്ല. അയാളുടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അയാളൊരു പ്രണയത്തിൽപ്പെട്ടപ്പോഴാണ് എന്നുള്ളതാണ്. പേഴ്സണലി ഞാൻ അപ്ഡേറ്റഡ് ആണെന്ന് വെച്ചാൽ ഞാൻ ഒരു അഹങ്കാരം പറഞ്ഞു ഞാൻ എന്താന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ലാണ്ട് പോയിട്ടുണ്ട്.